അറിയാൻ ഞാൻ അവസരം തന്നില്ല. ആരെങ്കിലും ഒരാൾ എന്നെ അറിയണം. ചതിയൻ ചന്തുവിനെ കാണാൻ ഇനി വരുന്നത് പിറക്കാൻ പോകുന്ന എന്റെ മകനായിരിക്കും. വടക്കൻ പാട്ടിലെ ആരോമൽ ചേകവരെയും തച്ചോളി ഉദയനനെയും ഉണ്ണിയാർച്ചയുമെല്ലാം നമ്മളറിയും. ആ കൂട്ടത്തിൽ മറക്കാനാവാത്ത ഒരു കഥാപാത്രമാണ് ചതിയൻ ചന്തു. അണ്ടമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരിൽ ആരുമില്ല. മടങ്ങിപ്പോ. ചന്തുവിന്റെ ചതി കുപ്രസിദ്ധമാണ്. ചന്തു ചതിച്ച ചതിയെക്കുറിച്ച് പാണന്മാർ പാടി നടന്നു. ജനം ചന്തുവിനെ വെറുത്തു ശപിച്ചു. കൂടെ നിന്നു ചതിച്ചവൻ ചതിയൻ ചന്തു. ജനം ചന്തുവിനെ പ്രാഗി. എന്നാൽ മലയാളികളുടെ മഹാനായ എഴുത്തുകാരൻ M.T. ഒരുനാൾ ആ സത്യം കണ്ടെത്തി. ചന്തു ചതിയനല്ല, ചതിക്കപ്പെട്ടത് ചന്തുവാണ്. അങ്ങനെ M.T.യിലൂടെ ചതിയൻ ചന്തു ശാപമോക്ഷം നേടിയെടുത്തു. ഇത്തരത്തിൽ ശാപമോക്ഷവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ചരിത്രത്തിൽ ഇനിയും കണ്ടേക്കാം. ചന്തുവിനെപ്പോലെ തന്നെ ചരിത്രത്തിൽ നമുക്ക് പരിചിതനായ മറ്റൊരു കഥാപാത്രമുണ്ട്. അവന്റെ പേരാണ് യൂദാസ്. വെറും യൂദാസ് അല്ല, ഒറ്റുകാരൻ യൂദാസ് എന്ന് വേണം പറയാൻ. യൂദാസിന്റെ മരണത്തിന് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് യൂദാസിനെ ഒറ്റുകാരനാക്കിയ കഥകളൊക്കെ രചിക്കപ്പെടുന്നത്. യേശുവിന്റെ ശത്രുക്കളുമായി യൂദാസിന്റെ ഇടപാടിൻ സാക്ഷികളായി മത്തായിയോ ലൂക്കോസോ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. യൂദാസ് മരിച്ചു കഴിഞ്ഞതിനാൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. യേശുവിനെ കാണിച്ചു കൊടുക്കാനായി യൂദാസുമായി കരാർ ഉണ്ടാക്കിയ ആളുകളിൽ നിന്നാണ് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടിയിരുന്നത്. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചതായി സൂചനയില്ല. അതിനാൽ യൂദാസിനെ ഒറ്റുകാരനാക്കിയ കഥകൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം രചിക്കപ്പെട്ടതാണെന്ന് കരുതാവുന്നതാണ്. യേശുവിന്റെ അറിയപ്പെടുന്ന 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യൂദാസ് ഇസ്കാരിയോത്ത്. അയാൾ വിശ്വസ്തനും സത്യസന്ധനും ആയതിനാലാണ് യേശു അയാളെ സംഘത്തിന്റെ ഖജാൻജിയായി നിയമിച്ചത്. ഭരമേൽപ്പിക്കുന്ന ഓരോ ജോലിയും ആത്മാർത്ഥമായും സത്യസന്ധമായും നിർവഹിച്ചിരുന്ന ശിഷ്യനാണ് യൂദാസ്. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്നൊരു ദിവസം 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിനെ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് കഥ. ആ കഥ പൂർണ്ണമായും ശരിയാകണമെങ്കിൽ ശത്രുക്കൾ യേശുവിനെ പിടികൂടി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് യൂദാസ് ആക്കേണ്ടിയിരുന്നു. കാരണം യേശുവിനെ കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ അവന് വലിയ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. പണത്തോട് ആർത്തിയുള്ളവന് പണം ലഭിക്കുമ്പോൾ സന്തോഷം തോന്നേണ്ടതാണ്. എന്നാൽ സംഭവിച്ചതെന്താണ്? അവൻ ദുഃഖിതനാവുന്നു. യൂദാസ് ദുഃഖിതനാവുന്നു, പരവശനാവുന്നു, പരിഭ്രാന്തനാവുന്നു. എന്താണ് കാരണം? കുറ്റബോധം. താങ്ങാനാവാത്ത കുറ്റബോധം. അതുവരെയും തോന്നാതിരുന്ന കുറ്റബോധം ഒരു പ്രത്യേക നിമിഷത്തിൽ പെട്ടെന്നങ്ങു സംഭവിക്കുകയാണ്. തന്നെ അകമഴിഞ്ഞു സ്നേഹിച്ച സ്വന്തം ഗുരുവിനെ ശത്രുവിന് ഒറ്റിക്കൊടുത്തു പോയല്ലോ എന്ന ചിന്ത അവനിൽ കുറ്റബോധം സൃഷ്ടിക്കുന്നു. അവൻ ആരോടും ഒന്നും മിണ്ടാതെ ഓടിപ്പോയി കെട്ടിത്തൂങ്ങിച്ചാവുന്നു. അവനു അങ്ങനെ തന്നെ വേണം. യേശുവിനെ ഒറ്റിക്കൊടുത്തവന് അങ്ങനെ തന്നെ വേണം. പക്ഷേ ഒരു സംശയം ബാക്കിയാവുന്നു. ചാവുന്നതിനു മുൻപ് അവൻ എന്തിനാണ് പുരോഹിതന്മാരുമായി കലഹിച്ചത്? ആ 30 വെള്ളിക്കാശ് അവൻ എന്തിനാണ് പുരോഹിതന്മാരുടെ നേർക്ക് വലിച്ചെറിഞ്ഞത്? ആ പണത്തിനു വേണ്ടിയല്ലായിരുന്നോ അവൻ യേശുവിനെ കാണിച്ചു കൊടുത്തത്? പണത്തിനോട് അത്രമാത്രം ആർത്തിയുള്ള ഒരാൾ കയ്യിൽ കിട്ടിയ പണം പുല്ലുപോലെ വലിച്ചെറിയുമോ? യൂദാസിനെ അത്രമാത്രം രോഷാകുലനാക്കാൻ തക്കതായ എന്ത് കരാർ ലംഘനമായിരിക്കും പുരോഹിതന്മാർ നടത്തിയിട്ടുണ്ടാവുക? അവർ ഏതെങ്കിലും രീതിയിൽ യൂദാസിനെ പറഞ്ഞു ചതിക്കുകയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ യൂദാസ് ഇത്രമാത്രം രോഷാകുലനാകാനുള്ള കാരണം എന്തായിരിക്കും? യേശുവിനെ പിടിച്ചു കൊണ്ടുപോകുന്നത് ന്യായവിസ്താരം നടത്താനാണെന്നും മരണശിക്ഷയ്ക്ക് വിധിക്കാനാണെന്നും യൂദാസ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന കാര്യം വ്യക്തമാണ്. ഒരുപക്ഷെ പുരോഹിതന്മാർ യൂദാസിനെ പറഞ്ഞു ധരിപ്പിച്ചിരുന്നത് മറ്റെന്തോ ആയിരുന്നിരിക്കണം. താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം പെട്ടെന്നു സംഭവിച്ചതാണ് യൂദാസിന്റെ സമനില തെറ്റിച്ചതെന്ന കാര്യം ഇവിടെ വ്യക്തമാണ്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും തന്റെ ഗുരുവിന്റെ മരണത്തിന് കാരണക്കാരനായ ആശപിക്കപ്പെട്ടവൻ താൻ ആണ് എന്ന കുറ്റബോധം അവന്റെ സമനില തെറ്റിച്ചു. ഗുരുവിനെ അകമഴിഞ്ഞു സ്നേഹിച്ചിരുന്ന യൂദാസിന്റെ ആ സമയത്തെ മനോവേദന ചരിത്രത്തിൽ മറ്റൊരു ശിഷ്യനും അനുഭവിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല. ആ വേദന അത്രമാത്രം കഠിനമായിരുന്നു. യഥാർത്ഥത്തിൽ കുരിശുമരണം യേശു മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു. തന്നെ കാണിച്ചു കൊടുക്കാൻ യേശു തന്നെയാണ് യൂദാസിനെ നിയോഗിച്ചു വിടുന്നത്. ഗുരു ഏൽപ്പിച്ചുവിട്ട ഒരു ദൗത്യം, അതിന്റെ പ്രത്യാഘാതം പോലും
ആലോചിക്കാതെ നിർവഹിച്ചു എന്നതാണ് യൂദാസ് ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. എന്നാൽ യേശുവിന് അത് അബദ്ധമായിരുന്നില്ല, യൂദാസിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചുവിട്ട ഒരു ദൗത്യമായിരുന്നു. പിന്നീട് യൂദാസ് അനുഭവിക്കേണ്ടി വരുന്ന കഠിനമായ മനോവേദന മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കണം യേശു പറയുന്നു, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനും ഹാ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവനു കൊള്ളാമായിരുന്നു. ശാരീരിക വേദനയേക്കാൾ കടുപ്പമേറിയതാണ് മനോവേദന. അതിനാലാണ് ഇത്തരക്കാർ മനസ്സിന്റെ വേദന ഇല്ലാതാക്കാനായി ആത്മഹത്യയിലൂടെ സ്വന്തം ശരീരത്തെ തന്നെ ഇല്ലാതാക്കുന്നത്. ഗുരുവിന്റെ മരണം കാണാൻ മാത്രമുള്ള ചങ്കുറപ്പ് യൂദാസ് എന്ന ആ സാധു മനുഷ്യന് ഉണ്ടായിരുന്നില്ല എന്നു വ്യക്തം. സമനില തെറ്റിയ അയാൾ മരണത്തിന്റെ കുടുക്കിനുള്ളിലേക്ക് ജീവിതത്തെ തള്ളിയിട്ടു. മനുഷ്യരുടെ പാപമോചനത്തിന് യേശുവിന്റെ കുരിശുമരണം അനിവാര്യമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ അനേകമുണ്ട്. അനേകമനേകം. അവർ യൂദാസിനെ ശപിക്കുന്നു. അവർ യൂദാസിനെ ഒറ്റുകാരൻ യൂദാസ് എന്ന് വിളിച്ച് ആക്രമിക്കുന്നു. യേശുവിന്റെ കുരിശുമരണം അനിവാര്യമായിരുന്നു എങ്കിൽ അവിടെ യൂദാസും അനിവാര്യൻ ആയിരുന്നു എന്ന സത്യം മറക്കാതിരിക്കുക. അങ്ങനെയെങ്കിൽ അവൻ നിയോഗിക്കപ്പെട്ടവനാണ്. അങ്ങനെയെങ്കിൽ അവൻ യേശുവിന്റെ ദൗത്യനിർവഹണത്തിലെ പ്രധാന പങ്കാളിയുമാണ്. ഒറ്റുകാരൻ യൂദാസ് എന്ന നാമം അവനിൽ ചാർത്തുന്നത് നീതിയല്ല. അവൻ യേശുവിന്റെ ദൗത്യത്തിനു വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവനും പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടവനുമായ നീതിമാനായ യൂദാസ് ആയിരുന്നു. അതോടൊപ്പം ചതിക്കപ്പെട്ടവനായ യൂദാസും അവൻ തന്നെ. Thank you for watching. Stay tuned for the next episode. Goodbye.